വാർത്തയിലേക്ക് ഖത്തറിലെ UDF പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സന്ദർശനം. 1.5 ദിവസമാണ് സതീശൻ ഖത്തറിലുണ്ടായിരുന്നത്. പ്രവർത്തകരുമായും സാമൂഹ്യ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഖത്തറിൽ വന്നിറങ്ങിയ VD സതീശനല്ല ഇന്ന് രാത്രി മടങ്ങിപ്പോകുന്ന ഒരാൾ. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആവേശം കണ്ട് എന്റെ ഊർജം ഇരട്ടിയാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും ചുമലുകളിലെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് നിങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഖത്തറിൽ ഏറെക്കാലം ചേരി തിരിഞ്ഞു പ്രവർത്തിച്ച ഇൻകാസിന്റെ ഐക്യ കാഹളം കൂടിയായി VD സതീശൻ പങ്കെടുത്ത കുടുംബ സംഗമം. പ്രതിപക്ഷ നേതാവ് പ്രസംഗത്തിൽ അതെടുത്തു പറയുകയും ചെയ്തു. ഇവരെല്ലാം വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു എവിടെയായാലും ഞാൻ അങ്ങനെ പറയുള്ളൂ. എല്ലാവരും കൂടി കൂടുമ്പോഴേ ഞാൻ വരുള്ളൂ. ഇന്ന് ഈ മനോഹരമായ സായാഹ്നം ഇൻകാസിന്റെ ഉജ്ജ്വലമായ ഖത്തറിലെ തിരിച്ചുവരവിന്റെ സായാഹ്നം ഒരുമിച്ചാണ്. കീമാണ് നിങ്ങൾ ഞങ്ങൾ കൂടി മാതൃകയായി മാറുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും ഈ തെരഞ്ഞെടുപ്പിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100ലേറെ സീറ്റു നേടി അധികാരത്തിലെത്തുമെന്ന് സതീശൻ ആവർത്തിച്ചു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ UDFന് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ നാട്ടിലെ UDFുകാരോടൊക്കെ പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കാനാണ്. എന്താ കാര്യം? അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇലക്ഷൻ മുമ്പ് പറഞ്ഞ പല സ്ഥലത്തും നിങ്ങൾ തെരഞ്ഞെടുപ്പ് അസസ് ചെയ്താൽ അനലൈസ് ചെയ്താൽ നമുക്കറിയാം നല്ല കമ്മ്യൂണിസ്റ്റുകാർ UDFനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് രാഷ്ട്രീയ മാറ്റം. പ്രവാസികൾക്ക് പങ്കാളിത്തമുള്ള വികസന പദ്ധതികളുടെ രൂപരേഖയും സതീശൻ വിശദീകരിച്ചു. വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തു നിൽക്കും. അവരെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോകും. സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കും. 200 പ്രോജക്റ്റാണ് NRIക്കാർക്ക് വേണ്ടി. 200 പ്രോജക്റ്റ്. നമ്മളിത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് ആദ്യമായിട്ട് പറയാ, ഇത് പ്രിപ്പയർഡാണ്. ഇപ്പോൾ ഉണ്ട് കൈ. അടുത്ത തവണ എന്തായാലും UDF അധികാരത്തിൽ വരുമെന്നായിരുന്നു പരിപാടിക്കെത്തിയവരുടെ പ്രതികരണം. തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF തൂക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കേരളത്തിലെ അധികാരത്തിൽ വരുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അബു അമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് പുറയിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KV ബോബൻ, നോർക്ക ഡയറക്ടർ JK മേനോൻ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, മറ്റു കമ്മ്യൂണിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ.